രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും രക്ഷോവരനാം വിഭീഷണനായി മയാ ദത്തമായൊരു ലങ്കാരാജ്യം ഉൾപ്പൊക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ എന്നതു കേട്ട് കവിവരന്മാരോട് ചെന്ന് ശേഷിച്ച നിശാചരന്മാരുമായി അർണവത്തോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണ്ണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു. വാദ്യഘോഷത്തോടും താപസന്മാരുമായി ആർത്തു വിളിച്ചഭിഷേകവും ചെയ്തിതു. ഭൂമിയും ചന്ദ്രദിവാകരാദിയും രാമകഥയുമുള്ളന്നു വിഭീഷണൻ ലങ്കേശനായി വാഴുന്നു. കിരീടാദ്യ അലങ്കാരവും ചെയ്തിതു. ദാന പുരസ്കൃതം പൂജനായോര് വിഭീഷണനായിക്കൊണ്ട് രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിതു. വാചകുതൂഹലം പൂണ്ട് വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചുകൊണ്ട് അവനാസ്തയാൽ രാഘവൻ തൃക്കാൽക്കൽ വെച്ച് അഭിവാദ്യവും ചെയ്തു. വിഭീഷണനാദരാൽ നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിടിനാൽ ഇപ്പോൾ കൃതകൃത്യനായേനഹമെന്ന് ചിൽപുരുഷൻ പ്രസാദിച്ചരുളിയിടിനാൽ അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു. സന്തുഷ്ടനായരുൾ ചെയ്തിതു രാഘവൻ, ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കടോ. ത്വൽസഹായത്തേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചതു നിശ്ചയം. ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു. പിന്നെ ഹനുമാനെ നോക്കിയരുൾ ചെയ്തിതു മന്നവൻ, നീ പോയി വിഭീഷണാനുജ്ഞയാൽ ചെന്ന് ലങ്കാപുരം ബുക്കറിയിക്കണം. തന്നങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപൻ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കും ഇങ്ങെന്നോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ട് പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരൻ സൽക്കരിച്ചിടിനാൾ. നന്ദിതനായോരു മാരുതപുത്രനെ രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൾ. വക്രപ്രസാദമാലോക്യ കപിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാ വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്ന് ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൽ. ഇതം ഭവതിയോടൊക്കെ പറകുന്നു ചിത്തം തെളിഞ്ഞ് അരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷമെത്രയും ഉണ്ടായി സീതയ്ക്ക് എന്നതു ചൊല്ലാവത്. ജാനകി ദേവിയും
ഗദ്ഗത വർണ്ണേന ചൊല്ലിനാൾ. എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ, ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തത്രേ പാർക്കേണമിനിയും. ശുചൈവ ഞാൻ നേരത്തതിനിന്ന് യോഗം വരുത്തിയിടു നീ, ധീരതമില്ലിനിയും പൊറുത്തിടുവാൻ വാദാത്മജനും. രഘുവരൻ തന്നോട് മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിനാൽ, ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായി അരുൾ ചെയ്താൻ വിരയേ. നീ ജാനകി ദേവിയെ ചെന്ന് വരുത്തുക, ദീനതയുണ്ടുപോൽ കാണാക കൊണ്ടുമാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണ അനുലേവാദ്യാലങ്കാരം അണിയിച്ച് ശില്പമായോര് ശിബിക മേലാരോപ്യ മൽപുരോഭാഗ്യെ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു. സാദരം വൃദ്ധമാരായ നാരീജനത്തെ കണ്ട് മൃതാംഗിയെ കുളിപ്പിച്ചു ചമയിപ്പിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്ന നേരമുണ്ടായി. ചമഞ്ഞിതോരു ഘോഷനിസ്വരം. വാനരവീരരും ദിക്കിത്തിരക്കി ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടോര് യാഷ്ടികന്മാർ അണഞ്ഞാട്ടിയകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു, വാനരന്മാരെയും ഉപദ്രവിപ്പാനുണ്ടോ? ഞാനുര ചെയ്തത് നിന്നോടിത് എന്തൊടോ? ജാനകി ദേവിയെ കണ്ടാലതിന്നൊരു ഹാനി എന്നുള്ളത് പറഞ്ഞിടു നീ. മാതാവിനെ ചെന്ന് കാണുന്നതു പോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലുമേവരും പാദചാരണേ വരണമെന്നന്തികെ. മേദിനി നന്ദിനി കിം തത്ര ദൂഷണം, കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായൊരുമായ ജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാചവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാർ. ലക്ഷ്മണനോടുമായ സീതയും ശുച തക്ഷണേ ചൊല്ലിനാളേതുമേ വൈകാതെ. വിശ്വാസമാശുമൽ ഭർത്താവിന് മറ്റും വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിലഗ്നിയെ നന്നായി ജ്വലിപ്പിക്കാം. ദണ്ഡമില്ലേതുമെനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അത് കേട്ട് രഘുത്തമ സൗമുഖ്യഭാവമാലോക്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തു തീയും ജ്വലിപ്പിച്ചു. രാമപാർശ്വം പ്രവേശിച്ച് നിന്നീടിനാൽ ഭൂമി സുതയുമന്നേരം പ്രസന്നയായി. ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹസ്ത്രേയം ദത്താഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാപകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഭർത്താവിനെ ഒഴിഞ്ഞ് അന്യനെ ഞാൻ മമചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ.
എന്നു പറഞ്ഞുടൻ മൂന്നു വലം വെച്ചു വന്നിയിൽ ചാടിനാൾ. കിഞ്ചിൽ ഭയം വിനാ ദുശ്ചൈവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായിതു ലോകവുമന്നേരം. ഇന്ദ്രനും കാലനും പശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശോകന്മാർ പിതൃക്കൾ മുനികൾ ചാരണ ഗുഹ്യ സിദ്ധസാധ്യാന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലന്നേരം വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാനന്ദം അന്നേരം പ്രേമം ഉൾക്കൊണ്ട് പുകഴ്ന്നു തുടങ്ങിനാർ. സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശകനാകുന്നതും ഭവാൻ, സൃഷ്ടികർത്താവാ വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വനി ദേവകൾ കർണുക്കളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യനായി അദ്വയനായോരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായ മൂടിക്കിടപ്പവൻ നിന്നെ മനുഷ്യനെന്നുള്ളിലോർത്തിടുവോ. നിന്നുടെ നാമസ്മരണം ഉള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാൽ നിർണയം നഷ്ടനായാലവനിന്നു നിന്നാലിന്ന് പുഷ്ടസൗഖ്യം വസിക്കാം. തൊൽക്കരുണയാൽ ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൽ വന്ദേ പദം പരമാനന്ദദ്വയം വന്ദേ പരമശേഷണസ്ഥിതി കാരണം. അധ്വാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്ര അവ്യയമീശ്വരം സർവഹൃദിസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞമത്ഭുതം രത്നകിരീടം രവിപ്രഭം കാരുണ്യ രത്നാകരം രഘുനാഥം രമാവരം രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം മായാപരം ജയം മായാമയം മനുനായകം മായാവിഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം യോഗീ ചിന്യം തഥാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണമച്യുതം രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ. ഇത്തം വിദാതസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ച് ഇരുന്നരുളും നേരം ആശ്രയാ
ജഗദീശൻ ജഗദാശ്രയഭൂതയാ ആശ്രിതവത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ. ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്ന് എങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർത്തു ജഗത്രയത്തിങ്കലും പാപക പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഭാഷനും ജാനകി ദേവിയെ സാങ്കേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. സംഘനന്ദനൻ തഥാ രാമനെ നിർജ്ജര സംഖ്യേനതാർത്ഥം വണങ്ങി സ്തുതിച്ചിതു. രാമചന്ദ്ര പ്രഭോ പാഹി മാം പാഹി മാം, രാമഭദ്ര പ്രഭോ പാഹി മാം പാഹി മാം. ഞങ്ങളെ രക്ഷിപ്പതിന് മറ്റുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ.